ഈ ഈഴവ സമുദായത്തിലെ കുടുംബത്തിലാണ് നമ്മൾ ജനിച്ചത് എന്നെ സംബന്ധിച്ച്. പക്ഷേ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളിൽ ഞാനത്ര തൃപ്തനല്ല. അല്ലെ മൈത്രേയൻ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്? ഒരു വലിയ മഹാനായിട്ടാണോ, അല്ലെങ്കിൽ ദൈവമായിട്ടോ, അല്ലെങ്കിൽ ഒരു അമാനുഷികനായിട്ടോ? ഇതൊന്നും എനിക്കില്ല. ഇല്ല. പഴയ കാലത്തെ വേദാന്തം പഠിച്ച മനുഷ്യൻ്റെ ജീവിതത്തിനെ മാറ്റണമെന്നും അവരെ മനുഷ്യരായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഈഴവശിവനെ പ്രതിഷ്ഠിക്കുന്നത് അത് ശരിക്കും ഒരു വലിയ വാല്യുള്ള കാര്യമാണോ? അന്നത്തെ അവസ്ഥ ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. എനിക്കറിയാവുന്ന ഞാനത് ഇത് നമ്മൾക്ക് നേരിട്ട് കേട്ടിട്ടില്ലാത്ത ആണെങ്കിലും നാരായണ ഗുരുവിൻ്റെ കൃതി പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം മലയാളത്തിലും തമിഴിലും സംസ്കൃതത്തിലും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗദ്യത്തിലും എഴുതിയിട്ടുണ്ട്. പദ്യത്തിലാണ് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഗദ്യത്തിലും എഴുതിയതിനകത്തും ഒക്കെ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന വഴികളിനകത്ത് ഒരിക്കൽ പോലും പറയാത്തൊരു വാക്കാണ് ഈഴവനെന്നത്. ഒരിക്കലും പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല. മാത്രമല്ല നാം എന്നുള്ള പ്രയോഗമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും നാം, നമ്മൾ എന്നുള്ള വാക്കല്ലാതെ നീ എന്ന് പറഞ്ഞാൽ ഞാനെന്നുള്ള വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല അതാണ്. അത് എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞാൻ വായിച്ചിട്ടുള്ളതിനകത്തൊന്നുമില്ല. നാരായണ ഗുരു ആ ക്ഷേത്രം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിഞ്ഞൂടാ, നാട്ടുകാർ പറഞ്ഞ കഥയെ എനിക്കും അറിയാവും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രം അന്ന് ഒരു പ്രതിഷ്ഠ നടത്താൻ അവകാശമില്ലാത്ത ഒരു സമുദായമായിട്ട് ആയിരുന്നു ഈഴവരിരുന്നത്. അപ്പം നാരായണ ഗുരു മനുഷ്യനായി സ്വയം വിചാരിച്ചിരിക്കുമ്പോഴും അദ്ദേഹം അതിന് ചുറ്റിനും വട്ടം കൂടി നിൽക്കാനുള്ള സാധ്യതയുള്ള മനുഷ്യരെന്ന് പറയുന്ന ഈഴവർ തന്നെയായിരിക്കും. നാരായണ ഗുരു പറയാൻ സാധ്യതയുള്ളതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിന്ന് മാത്രം ഞാൻ പറയുന്നതുമാണ്. ഈ ശിവനെ പ്രതിഷ്ഠിച്ച എന്താ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ടാകും. അപ്പം നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് മാത്രമായിരിക്കും അദ്ദേഹം പറയാൻ സാധ്യതയുള്ളത്. പക്ഷെ കേട്ട് നിൽക്കുന്നവർ മുഴുവൻ ഈഴവരാ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈഴവനെന്നാണ്. അതുകൊണ്ട് ഈഴവ ശിവനെന്നായതല്ലാതെ തിരിച്ചാകാൻ സാധ്യതയില്ല. ഇനി അത് പോട്ടെ. ഇനി അദ്ദേഹം അങ്ങനെ പറയുമ്പോഴും പ്രതിഷ്ഠ നടത്താൻ അവകാശമില്ലാതിരിക്കുന്ന ആളുകൾ അത് ചെയ്യാനായിട്ട് അവകാശമുണ്ടെന്നുള്ള പ്രഖ്യാപനമാണ് അതിനകത്തുള്ളത്. മാത്രമല്ല ഈ പറയുന്ന ഒരു കല്ല് മാത്രമാണ് എടുത്തു വെച്ചത്, അല്ലാതെ ഒരു 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 രൂപവും അതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടില്ല. പുഴയിൽ മുങ്ങി ഒരു കല്ലെടുത്ത് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആ ചെയ്തിരിക്കുന്ന സാധനം വഴി നടക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ വഴിയെ നടക്കാം. ഇയാൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഇപ്പം പറയാത്ത എന്താ? 50 കൊല്ലം മുമ്പാണെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള ഒരാളുടെ മുന്നിൽ ഇയാൾക്ക് കസേരയിട്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇയാൾക്ക് അത് ശരിയല്ല എന്ന് പറയും. അപ്പോൾ കസേര ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ കുഴപ്പം? അതുപോലെയാണ് ഇയാൾ ചോദിച്ചത്. അപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെടുന്നതും നമുക്ക് പറ്റുന്നതുമായ ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നതിനെതിരെ സമരം ചെയ്യുക എന്ന് പറയുന്നതാണ് ചെയ്തത്. അപ്പോൾ അന്നത്തെ കാലത്ത് ആ ആളുകൾക്ക് ആരാധനാ സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്ന സമൂഹത്തിനകത്ത് എല്ലാവരും ആരാധിക്കാൻ പോകുമ്പം ഇവർക്ക് പോകാൻ പറ്റാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അത്രേ അർത്ഥമുള്ളതിന്. അതുപോലെ സർവ്വമത സമ്മേളനമൊക്കെ അത് ശരിക്കും ഒരു നല്ല കാര്യമാണ്. പിന്നെ പല മതത്തിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുക എന്ന് പറയുന്നത്, ഈ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന നമ്മളെല്ലാം ഒന്നാണെന്ന് പറഞ്ഞാൽ ഒന്നാകാൻ താല്പര്യമില്ലാത്തവർ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അപ്പോഴാണ് ആ സമയത്ത് ആ ആളുകളോടും കൂടെ ചേർന്നത് പറയാൻ ബാധ്യത വരും. വ്യത്യസ്തരായ മനുഷ്യരാണ് ലോകത്ത്. കണ്ടാൽ വ്യത്യസ്തരാണ്, അവർ ഭാഷ കൊണ്ട് വ്യത്യസ്തരാണ്, അവർ ജീവിത രീതി കൊണ്ട് വ്യത്യസ്തരാണ്, അവരുടെ തൊലി വെറുത്തതും കറുത്തതും വെളുത്തതും ബ്രൗണും എന്ന് കഴിഞ്ഞാൽ തവിട്ട് നിറവും ഒക്കെ ആയിട്ടുള്ള തൊലികളുള്ളവരാണ്. ഞങ്ങളെല്ലാം വ്യത്യസ്തമായിട്ട് ദൈവം ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യരുടെ നടുവിലാണ് നമ്മളിരിക്കുന്നത്. ഇയാളെങ്ങനെ ഇരുത്തും? കറുത്തവരുടെ കൂടെ ഞാൻ ഇരിക്കത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന വെളുത്തവനും, തവിട്ട് നിറമുള്ളവൻ ഞാൻ വെളുത്തവൻ്റെ കൂടെ ഇരിക്കും പക്ഷേ കറുത്തവൻ്റെ കൂടെ അപ്പോഴും ഞാനും ഇരിക്കത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന തവിട്ട് നിറക്കാരനും, കറുത്തവരായിരിക്കുന്ന നമ്മൾ പാവങ്ങളാണ്, അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനായിട്ട് പേടിയാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരും, അങ്ങനെയല്ല കറുത്തവരെല്ലാവരും കൂടെ ശക്തിയായിട്ട് ഞങ്ങളാണ് ശക്തരാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വ്യത്യസ്തരായിരിക്കുന്നവരെല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ സംഘടിച്ചിരിക്കുന്ന സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഇയാളെങ്ങനെയാണ് ആൾക്കാരെ ഒന്നിപ്പിക്കുന്നത്? എങ്ങനെ? അപ്പോൾ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ദൈവം എല്ലാവരെയും വ്യത്യസ്തമായി സൃഷ്ടിച്ചതാണ്. പക്ഷേ ദൈവം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മളെല്ലാവരും പലതരത്തിൽ സൃഷ്ടിച്ചെങ്കിലും ദൈവം ഒന്നായത് കാരണം കൊണ്ട് നമുക്ക് ഒന്നിച്ച് അവിടെ ഇരിക്കാം എന്ന് പറയുന്ന ന്യായമൊക്കെ പറയാൻ ബാധ്യത വരുന്നത് എങ്ങനെയാണ്? ഇയാൾ ഇന്ത്യ ഉണ്ടെന്ന് പറയുന്നില്ലേ? ഇന്ത്യക്കാരാണെന്നല്ലേ പറയുന്നത്? ഇന്ത്യ എവിടെയാണുള്ളത്? അതെ, മനുഷ്യർ തീരുമാനിക്കുന്നതല്ലാതെ ഇന്ത്യ ഒന്നും ഇല്ല. നാരായണ ഗുരുവിനെ പൂജിക്കാനായിട്ട് ആവശ്യപ്പെടുന്നതായിട്ട് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല.
അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൃതി അറിയുന്ന ഒരാളാണ് ഞാൻ എല്ലാ കൃതിയും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച അദ്ദേഹത്തെക്കാൾ വലിയ ആൾക്കാർ സ്മരിക്കപ്പെടുന്നുണ്ട്. അത് പറഞ്ഞില്ല, അദ്ദേഹത്തിനേക്കാളും വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരൊന്നും ഇയാൾ വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇയാൾക്ക് മേലുകീഴുണ്ടെന്ന്. മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇയാളെന്തിനാണ് വലിയ ആൾക്കാരെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്? എഴുതുകയും വായിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇയാൾക്ക് വലിയ ആളാകാനൊക്കത്തില്ല. എല്ലാ രാജാവും വായിക്കാത്തൂടെ തന്നെ തിന്നുകയും എന്താണ് മലദ്വാരത്തിലൂടെ തൂറുകയും ചെയ്യുന്നവർ തന്നെയല്ലേ. പിന്നെന്താണ് അവന്മാർക്ക് സ്പെഷ്യാലിറ്റി എന്താണ്? സാധാരണ ബാക്കിയുള്ള എല്ലാ കാളയും പശുവും ഇണയേറുന്ന പോലെ ഇണയേറുന്ന കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്നവൻ തന്നെയല്ലേ അയാൾ. പിന്നെ അയാൾ എങ്ങനെയാണ് മഹാരാജാവാകുന്നത്? പറഞ്ഞാൽ മതി. എന്താണ് അയാൾക്ക് ഉള്ളത് സ്പെഷ്യാലിറ്റി? എന്താണ് ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് സ്പെഷ്യാലിറ്റി? പക്ഷേ ഇയാൾക്ക് രാജാവിനെ കാണുമ്പോൾ ഇപ്പം ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർമാർ വന്നാൽ ഇയാൾക്ക് എണ്ണീറ്റിരിക്കേണ്ടി വരും. അയാളുടെ മുന്നേ കസേര ഇട്ടിരിക്കാൻ പറ്റാത്തടത്താണ് ഇപ്പോഴും ഉള്ളത്. എന്താണ് അത് സംഭവിക്കുന്നത്? എന്താ? അവർക്ക് സംഘടിച്ച ബലമുണ്ട്, തോക്കുണ്ട്, വെടിവെക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അനുസരിക്കുന്നത്. അങ്ങനെ കീഴടങ്ങിയ ജനതയുടെ ബോധത്തിനകത്തുണ്ടായിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള തരംതിരിവുകൾ. അപ്പം ഒരാൾ വലിയ ആളാണെന്ന് ഒരാൾ ചെറിയ ആളാണെന്ന് പറയുന്നത് ശരീരം കൊണ്ട് വലിപ്പമോ ചെറുപ്പമോ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാനറിയാവുന്ന കാരണം കൊണ്ട് വലിപ്പമാണ് ചെറുപ്പമാണെന്ന് പറയുന്നത്, അതുപോലെ ഒരു സാധനം വാങ്ങാനുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുന്നതിനുള്ള ഈ വ്യത്യാസങ്ങളെ ഊതിപ്പെരുപ്പിച്ചുണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ മേല് കീഴുള്ള സമൂഹത്തിൻ്റെ മൂല്യബോധത്തിനകത്താണ് ആൾക്കാർ എപ്പോഴും ജീവിക്കുന്നത്. ആ ആളുകൾ മനുഷ്യനെന്നുള്ള നിലവാരത്തിൽ ഭരണഘടനാപരമായി നമ്മൾ ഒരുപോലെയാണ് എന്ന് പറയുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ടോ അറിവ് കൊണ്ടോ ധനം കൊണ്ടോ പദവി കൊണ്ടോ ബലം കൊണ്ടോ 2 വോട്ടില്ല എന്ന് പറയുന്ന ഭരണഘടനാപരമായിട്ടുള്ള തുല്യത വാഗ്ദാനം നൽകുന്നതുകൊണ്ടാണ് നമ്മൾ തുല്യരായത്. അല്ല, നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. ഒരാളെ പോലെ ഒരാൾ ലോകത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വ്യത്യസ്തതകൾ നിലനിൽക്കെ നിയമത്തിൻ്റെ മുമ്പിൽ നമ്മൾ തുല്യരാണ് എന്ന് പറയുന്നതാണ് തുല്യത. അല്ലാതെ ലോകത്തുള്ള വ്യത്യാസങ്ങളില്ല എന്നുള്ളതല്ല. അപ്പോൾ പലതരത്തിൽ ആളുകൾ വ്യത്യസ്തരാണ്. പക്ഷെ മേല് ഈടാകേണ്ട കാര്യം അപ്പോഴും ഇല്ല. ഇയാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, വേറൊരാൾക്ക് വള്ളം തടയാൻ അറിയാം, വേറൊരാൾക്ക് മീനെ പിടിക്കാൻ അറിയാം, വേറൊരാൾക്ക് തെങ്ങ കയറാൻ അറിയാം, ഒരാൾക്ക് കാറുണ്ടാക്കാൻ അറിയാം. ഇങ്ങനെ പലതരത്തിലുള്ള അറിവുകളുണ്ടെന്നുള്ളതല്ലാതെ കൂടുതൽ അറിവും കുറവ് അറിവും എന്നുള്ളതല്ല. ആവശ്യമുള്ളിടത്ത് ആ അറിവ് അത്യാവശ്യമാണ്. നാരായണ ഗുരുവിനെ ചമ്മന്തി നമുക്ക് വേണം ദോശ തിന്നാൻ. എന്നാൽ ഒരു തേങ്ങ ഇട്ട് ചമ്മന്തി അരച്ച് തരാൻ പറഞ്ഞാൽ വിദ്വാൻ അറിയാവോ? അപ്പോഴാണ് ആവശ്യമുള്ള സമയത്ത് ഉപകാരപ്പെടാത്ത ആൾക്കാർ വരുമ്പോൾ അങ്ങനെയും കൂടെ അറിയണം. അങ്ങനെയും കൂടെ അറിയണത്. അപ്പോഴാണ് ഒരു സന്ദർഭത്തിനകത്ത് എന്തറിവാണ് അവിടെ ആവശ്യം. അങ്ങനെയാണ് അറിവിന് പ്രാധാന്യം വരുന്നത്. കാർ ഓടിക്കാൻ അറിയുന്നതാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ തേങ്ങ പോലെ ആകും കാറ്. അല്ലാതെ ഈ മഹാന്മാരെ വിളിച്ചിട്ട് കാർ ഓടിക്കാൻ പറഞ്ഞാൽ അവന്മാർക്ക് കാർ ഓടിക്കാനൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ വല വീശുന്നുള്ളവന് മീനെ വേണ്ട സമയത്ത് വല വീശുന്നുള്ള അറിവ് വളരെ പ്രധാനമാണ്. അങ്ങനെയാണ് അറിവ് പ്രധാനമാകുന്നത്. ഏത് സന്ദർഭത്തിൽ എന്ത് കാര്യത്തിന് ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ മഹാന്മാരായ ആൾക്കാരൊന്നുമില്ല. വ്യത്യസ്തമായ അറിവുകളുമായിട്ടിരിക്കുന്നവരാണ്. ഒരു സന്ദർഭത്തിനകത്ത് ഹാർട്ട് ഓപ്പറേഷൻ അറിയുന്ന ഡോക്ടർ ഹാർട്ട് ഓപ്പറേഷന് മാത്രമേ പ്രയോജനപ്പെടത്തുള്ളൂ. അയാൾ കാർ ഓടിച്ചാൽ നാട്ടിലുള്ളവരെ മുഴുവൻ ഇടിക്കുന്നുണ്ടാവും. അപ്പോഴാണ് കാർ ഓടിക്കാൻ അറിയാവുന്നതും പ്രധാനപ്പെട്ട ആളായിട്ട് മാറും. മല കയറാൻ അറിയുന്ന ആൾ വേണം, വെള്ളത്തിലിറങ്ങി മീനെ പിടിക്കാൻ അറിയുന്ന ആൾ വേണം. സന്ദർഭം അനുസരിച്ചാണ് പ്രാധാന്യം വരുന്നത്. അങ്ങനെയാണ് പ്രധാനപ്പെട്ടവരായി മാറുന്നത്. ഓരോ സന്ദർഭത്തിലാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കഴിവും എല്ലാ തരത്തിലുള്ള അറിവും സന്ദർഭം അനുസരിച്ച് പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ വ്യത്യാസങ്ങൾ നിലനിൽക്കുക തുല്യരാണെന്ന് പറയുന്നത്. ഇങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അറിഞ്ഞുകൂടാത്ത കാലത്ത് പദ്യം ചൊല്ലുന്ന കേട്ടാൽ അയാൾക്ക് ഭയങ്കര അറിവാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്. നമ്മൾ സംസ്കൃതം ചൊല്ലുന്ന കേട്ടാൽ അവന് അറിവുണ്ടെന്ന് വിചാരിക്കുന്നവരെന്നും കൊണ്ടാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആശയങ്ങളാണ് ആ തരത്തിലുള്ള മഹത്വങ്ങളല്ല. അല്ല, വേറെ അർത്ഥമൊന്നുമില്ല. അല്ല, നാരായണ ഗുരുവിനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവരാണ്. ആരെയും പൂജിക്കുന്നത് വിവരമില്ലാത്തതുകൊണ്ട് പൂജയെ ആവശ്യമില്ലാത്തതാണ്. അങ്ങനെ അറിയുന്ന സമയത്ത് ഒരു കാര്യമില്ല. നാരായണ ഗുരുവിന് ഇപ്പം ഞാൻ ഈ പറയുന്ന ഈ തുല്യതയെ പറ്റിയുള്ള ഇപ്പം നമ്മൾ ഭരണഘടനാപരമായി നമ്മൾ കിട്ടുന്ന അറിവ് അദ്ദേഹത്തിനുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ആർക്ക് വോട്ട് കൊടുക്കണമെന്നുള്ള ചോദ്യം നാരായണന് മുമ്പേ ഇല്ല. കാരണം അന്ന് വോട്ടിംഗ് സിസ്റ്റം ഇല്ല. അതിന് രാജാവിൻ്റെ കീഴിൽ ഭരിക്കുന്നവരെ അതിനെപ്പറ്റി മാത്രമേ അദ്ദേഹത്തിന് പറയാനൊക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ആ ഏരിയകൾ അറിയാൻ കഴിയാതിരിക്കുന്ന വശങ്ങളെന്നും കാണും. അപ്പോൾ അന്നത്തെ കാലത്ത് രാജഭരണം നിലനിൽക്കുന്ന കാലത്ത് മനുഷ്യരെങ്ങനെ ചെയ്യണമെന്ന് ജീവിക്കണമെന്ന് പഠിപ്പിക്കാനേ നാരായണ ഗുരുവിന് കഴിയൂ.
ഈ ഇന്നത്തെ നമ്മൾ പറയുന്ന അറിവ് അദ്ദേഹത്തിന് ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് ഗുരുക്കന്മാരെന്ന് പറഞ്ഞ് പണ്ട് കാലത്ത് അവർക്ക് ഭയങ്കര അറിവാണെന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിനകത്തുള്ള അറിവേ അവർക്കുള്ളൂ.